ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു കാര്യത്തിലും അതിരുകവിയുന്നതും ഒട്ടും ഇല്ലാതായി പോകുന്നതും അല്ല ശരിയായ രീതി. അതിന്റെ മിതത്വത്തിൽ നിൽക്കുന്നതാണ്, മധ്യമ നിലപാടിൽ നിൽക്കുന്നതാണ്. പൊതുവിൽ ഇസ്ലാമിനെ ഒരു വസതിയത്തിന്റെ, ഖസ്ദിന്റെ, മിതത്വത്തിന്റെ മതമായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും പറയാറുള്ളത്. ഒരു അതിരുകവിയൽ മതം എവിടെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒട്ടുമില്ലാതെ പോകുന്നതും മതം പഠിപ്പിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും അതിന്റെ മിതമായ തലത്തിൽ നിലനിൽക്കണമെന്നാണ് ഖുർആനും ഹദീസും നമുക്ക് നൽകുന്ന നിർദ്ദേശം. നിങ്ങൾ ഏത് കാര്യം എടുത്തു നോക്കിയാലും, ഇപ്പോ ആരാധനയിൽ പോലും ഒലുവ് പാടില്ല എന്ന് പറയാം. അമിതമാകരുത്, അധികമാകരുത്. ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ പിശുക്കി വെക്കാനോ ദൂർത്തടിക്കാനോ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതാണ് മാനവരാശിക്ക് ഏറ്റവും, മനുഷ്യ സമൂഹത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സംഗതി. സൂറത്തുൽ ഫുർഖാനിലെ 67-ാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ ഓതി വെച്ചത്. ഇബാദുർ റഹ്മാനെ അല്ലാഹു വിശദീകരിക്കുകയാണ്. പരമകാരുണികന്റെ യഥാർത്ഥ നല്ല അടിമകൾ ആരാണ്? അവരുടെ പല പല വിശേഷണങ്ങൾ പറയുന്നതിൽ ഒന്ന്, ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ, അവർ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ, ചെലവഴിക്കുമ്പോൾ ദൂർത്തടിക്കുകയില്ല. വലം യഖ്തുറൂ, അതിൽ കുറവ് വരുത്തുകയുമില്ല, പിശുക്ക് കാണിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിന് രണ്ടിനും ഇടയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നവരായിരിക്കും അല്ലാഹുവിന്റെ പരമകാരുണ്യകന്റെ അടിമകൾ, അല്ലാഹുവിന്റെ യഥാർത്ഥ അബ്ദ് ഇബാദ്. ഖുർആൻ പല സ്ഥലങ്ങളിലും സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നതിനെ സംബന്ധിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയില്ല.
അള്ളാഹു ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. പിന്നെ സൂറത്തു ഇസ്രാഇന്റെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. അള്ളാഹു ദുർവ്യയം ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ്, ശൈത്താന്റെ കൂട്ടാളികളാണ്. പിശാചാകട്ടെ അള്ളാഹുവിനോട് നന്ദി കെട്ടവനുമാകുന്നു. വീണ്ടും പ്രവാചകൻ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിന്റെ 43-ാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു, വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ. അമിതമായി ചെലവഴിക്കുന്നവർ, ധൂർത്തടിക്കുന്നവർ, ദുർവ്യയം ചെയ്യുന്നവർ, അവർ നരകത്തിന്റെ അവകാശികളാണ്, ആളുകളാണ്. പ്രവാചകന്റെ ഹദീസ് കാണാം, കുലു വശ്റബു വതസദ്ദഖു വൽബസു മിൻ ഗൈരി സർഫിൻ വലാ മഖീല. കുലു, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, വശ്റബു, നിങ്ങൾ കുടിക്കുക, വെള്ളം കുടിക്കുക, പാനീയങ്ങൾ ഉപയോഗപ്പെടുത്തുക, വതസദ്ദഖു, നിങ്ങൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കുക, വൽബസു, നിങ്ങൾ വസ്ത്രം ധരിക്കുക, മിൻ ഗൈരി സർഫിൻ, ദുർവ്യയം കൂടാതെ, ദൂർത്തടിക്കാതെ, വലാ മഖീല, പൊങ്ങച്ചമോ അഹങ്കാരമോ ഇല്ലാതെ. അപ്പൊ മിതമായ ഒരു സമീപനമാണ് എല്ലാ കാര്യത്തിലും മതം പഠിപ്പിക്കുന്നത്, അല്ലെ? നടക്കുമ്പോ വഖ്സുദ് ഫീ മശി, മിതമായ നിലക്ക് നടക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും. ആരാധനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ആരാധനയിൽ അമിതത്വം കാണിക്കുന്നവരെ, പ്രവാചകൻ പഠിപ്പിച്ചതിനേക്ക് അപ്പുറത്തേക്ക് പോകുന്നവരെ പ്രവാചകൻ തിരുത്തിയതിന്റെ, സ്വഹാബത്ത് തിരുത്തിയതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാതെ മുഴുവൻ സമയം എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് കണ്ടപ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് പാടില്ല, നീ പോയി ഉറങ്ങ്, നിന്റെ ഭാര്യയോട് നിനക്ക് കടമയുണ്ട്. എല്ലാ ദിവസവും നോമ്പെടുക്കുന്നത് കണ്ടപ്പോ തിരുത്തി, ഞാൻ നിന്റെ അതിഥിയാണ്, എന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ നീ ഇന്ന് എടുത്ത സുന്നത്തായ ഐച്ഛികമായ നോമ്പ് മുറിക്കണം. പ്രവാചകന്റെ അടുത്ത് പോയി അബൂ ദർദാ റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞു, രാത്രിയുടെ വലിയൊരു സമയം എന്നോട് ഉറങ്ങാൻ ആവശ്യപ്പെട്ടു, എന്റെ നോമ്പ് മുറിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് ശരി. ആരാധനയിൽ പോലും അമിതമാകാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ നമ്മുടെ സമീപനങ്ങൾ ഈ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് അമിതമായി ചെലവഴിക്കുന്നവരാണോ? ദുർവ്യയം ചെയ്യുന്നവരാണോ? മിതമായ നിലയ്ക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണോ? ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ഇത്തരം ഒരു വ്യാപകമായി അമിതത്വത്തിലേക്ക് പോയി നമുക്കത് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പലപ്പോഴും എത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഇസ്രാഫാണ്, ഞാൻ ചെയ്യുന്നത് തബ്ദീറാണ്, ധൂർത്താണ്, ദുർവ്യയമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ ആളുകളുടെ മനസ്സ് മുഴുവൻ അതിനോട് പാകപ്പെട്ടു. ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്, കുറെ ദിവസം ബാക്കി വന്ന് ഫ്രിഡ്ജിലിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് വേസ്റ്റ് കൊട്ടയിലെറിയും, കുറെ അധികം ഉണ്ടാക്കും, എന്നിട്ട് അത് കഴിച്ച് ഒരു നേരം കഴിച്ച് 2 നേരം കഴിച്ച് പിന്നെ 4 ദിവസം ഫ്രിഡ്ജിലിരുന്ന് അവസാനം അത് വേസ്റ്റ് ബാസ്കറ്റിലെത്തും. നമുക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കിയാൽ മതി, നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ടാക്കിയാൽ മതി. ഈ അടുത്ത് കേരളത്തിൽ കുറച്ച് മുമ്പ്, വളരെ മുമ്പല്ല, കേരളത്തിൽ ക്രിക്കറ്റ് ടീം വന്നപ്പോ അതിന്റെ അന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ആളുടെ ഒരു ഷെഫിന്റെ ഒരു കുറിപ്പ് കാണുണ്ടായി, വായിക്കണ്ടായി. അദ്ദേഹം പറയാണ്, ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, എനിക്ക് സദ്യ മതി, കേരളത്തിൽ വന്നതല്ലേ. അപ്പൊ സദ്യ പാകം ചെയ്ത് ഉച്ചക്ക് കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ സദ്യയാകുമ്പോ കുറെ വിഭവങ്ങൾ ഉണ്ടാകും, കുറെ ബാക്കി ഉണ്ടാകും. ഇദ്ദേഹം ചോദിച്ചു ഷെഫിനോട്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞു, ഇത് കഴിച്ചു ബാക്കിയുള്ളത് ഞാൻ ഒഴിവാക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ ഒഴിവാക്കണ്ട, ഇതിന്റെ ബാക്കി ഞാൻ രാത്രി കഴിച്ചോളാം. ഞാൻ പറയുന്നത്, ഒരുപക്ഷെ ഒരു കളിയുടെ ഒരാൾക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ പ്രതിഫലത്തുക എത്രയായിരിക്കും? ഒരു ദിവസത്തെ കളിയുടെ പ്രതിഫലത്തുക, അതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു ദിവസത്തെ കളിക്ക് കോടികൾക്ക് വാങ്ങുന്ന ആളുകളാണ് ഇവർ. അപ്പൊ സമ്പത്ത് കയ്യിലുണ്ടെന്ന് കരുതി, അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല മാനദണ്ഡം.
യഥേഷ്ടം ബാക്കിയാക്കാം, യഥേഷ്ടം കളയാം എന്നതല്ല. ഒരാൾ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചാൽ, അമിതമായി വെറുതെ കളയാൻ പാടില്ല എന്ന് തീരുമാനിച്ചാൽ, അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ശ്രദ്ധിക്കാനും നോക്കാനും ജീവിതത്തിൽ പാലിക്കാനും കഴിയും. എത്ര ഉയർന്ന തലത്തിലേക്ക് ഭൗതികമായി എത്തിയാലും എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമായിട്ട് അത് തോന്നി. പലപ്പോഴും നമ്മൾ വലിയ തുക ചെലവഴിച്ച് ആഴ്ചയിൽ 3-4 തവണ പുറത്തുനിന്ന് ഒരുമിച്ച് പോയി ഭക്ഷണം കഴിക്കുന്നു. അവിടെയും സാമ്പത്തികമായ വലിയ ചെലവുണ്ടാകുന്നു. ഒരു ഡൈനിങ് ടേബിളിന്റെ മുന്നിലിരിക്കുമ്പോ വയറ് നിറയാനോ വിശപ്പടങ്ങാനോ ഉള്ളതല്ല നമ്മുടെ ഡൈനിങ് ടേബിളുകളിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. മറിച്ച് കണ്ണ് നിറയാനാണ്. വയറല്ല നിറയുന്നത്, വിശപ്പല്ല മാറേണ്ടത്, കണ്ട് കുളിരണിയണം. എന്ത്? ഭക്ഷണം. അത്രയധികം വിഭവങ്ങൾ, അത്രയധികം ഭക്ഷണ വിഭവങ്ങൾ. ഞാൻ പറയുന്നത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം സാമാന്യം ഭേദപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സാധ്യതയുള്ള, കഴിവുള്ള, സാമ്പത്തിക ശേഷിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അങ്ങനെ കഴിക്കണ്ട എന്നല്ല. മതം അതിനെ വിലക്കിയിട്ടില്ല. മറിച്ച് ഒരു വറ്റു പോലും, ഒരു അരിമണി പോലും അമിതമാകാൻ പാടില്ല, വെറുതെ കളയാൻ പാടില്ല. വിവാഹ സദസ്സുകളിലേക്ക് പോയാലാണ് നമ്മൾ ഏറ്റവും അധികം ഇത് കാണുക. വിവാഹ രംഗത്ത് ഇപ്പൊ പുതിയ രൂപത്തിലെ ആളുകൾ, മുമ്പൊക്കെ ഒരു വിഭവമാണ് ഭക്ഷണം കഴിക്കേണ്ടവ, 2 വിഭവം കൊടുത്തോട്ടെ, 3 കൊടുക്കണേ കൊടുത്തോട്ടെ. സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ കടം വാങ്ങി ഇത് ചെയ്യണ്ട. പക്ഷേ കൊടുക്കുന്നവർ എത്രയാണ് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടുന്നത്, എത്രയാണ് തള്ളിക്കളയുന്നത്? നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോ ഓഡിറ്റോറിയങ്ങളും കടന്നു വരുന്നില്ലേ? ഭക്ഷണം കഴിച്ച് ബാക്കി കൊണ്ടുപോയി കളയുന്നതിന്റെ അളവ് എത്രയാണ്? കഴിക്കുന്നവരും അങ്ങനെയാണ്. മുന്നിൽ പല വിഭവങ്ങൾ കാണുമ്പോൾ എല്ലാം വാങ്ങിച്ചു വെക്കും. അയാൾ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയാൽ അയാളുടെ പാത്രത്തിൽ, മുന്നിൽ കഴിച്ചു വെച്ച പാത്രത്തിനകത്ത് ധാരാളം വിഭവങ്ങൾ വേറെ ഒരാൾക്ക് കഴിച്ചിട്ടും ബാക്കിയാകാൻ മാത്രമേ ഒഴിവാക്കി പോയിട്ടുണ്ടാവും. എത്ര ഗുരുതരമായ സംഗതിയാണ് സുഹൃത്തുക്കളെ ഇത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. സർഫ് ചെയ്യുന്നവർ എന്താണ്? വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ. ദുർവ്യയം ചെയ്യുന്നവർ നരകത്തിന്റെ അവകാശികളാണ്, ആളുകളാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ വാചകത്തെ എത്ര ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ കാണേണ്ടത്. ഇനി ലോകം മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന, ഒരു നേരം വിശപ്പടക്കാൻ കഴിയാത്ത കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തുണ്ട്. കോടിക്കണക്കിന് മനുഷ്യർ. അതിശയോക്തിയല്ല, അതിശയോക്തിയല്ല അല്ലെ? ഓരോ നേരം പുലരുമ്പോഴും ഇന്നെനിക്ക് ഭക്ഷണം ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാതെ നേരം പുലരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഫലസ്തീൻ നോക്കൂ, ഫലസ്തീൻ നോക്കൂ നിങ്ങൾ. വിശക്കുകയാണ് അവർക്ക്. ഏതെല്ലാം തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഗസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ എത്രയാണ്? എടോ എന്താ പറഞ്ഞ 440 കുട്ടികൾ കഴിഞ്ഞ 1-2 ദിവസം, ഏതാനും ദിവസങ്ങൾക്കകം 440 ആളുകൾ ഭക്ഷണം കിട്ടാതെ വിശന്നു മരിച്ചു എന്നാണ് ഫലസ്തീനിലെ ഗസയിൽ. അതിലെ 147 ആളുകൾ കുഞ്ഞുങ്ങളാണെന്നാണ്. ലോകത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഔദ്യോഗിക സംവിധാനങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നത്, പ്രത്യേകിച്ച് UN പോലെയുള്ള സംവിധാനങ്ങൾ പറയുന്നത്, 1,32,000 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വിശന്ന് മരണത്തെ അഭിമുഖീകരിക്കുന്നു. 1,32,000 കുട്ടികൾ വിശപ്പു കാരണത്താൽ മരണത്തെ മുഖാമുഖം കണ്ടു കഴിയുന്നു. 5 വയസ്സിന് താഴെയുള്ള 1,32,000 കുട്ടികൾ. നമ്മുടെ ഡൈനിങ് ടേബിളിൽ കളഞ്ഞു പോകുന്ന ഭക്ഷണം, അതിനുവേണ്ടി മനസ്സ് ആഗ്രഹിച്ച് കൊതിച്ച് പ്രാർത്ഥനയോടുകൂടി കഴിയുന്ന എത്രയോ മനുഷ്യർ ലോകത്തെമ്പാടുമുണ്ട്. ഞാൻ പറയുന്നത് ഭക്ഷണത്തിൽ വേസ്റ്റ് ആകാൻ പാടില്ല. വേഷവിധാനങ്ങൾ അല്ലേ? ഓരോ ആഴ്ച, ഒരു മാസത്തിൽ 4 ഞായറാഴ്ച 4 വിവാഹങ്ങൾ ഉണ്ടെങ്കിൽ 4 വസ്ത്രം ധരിക്കണമെന്ന പുതിയ സംസ്കാരം ആരാണ് സുഹൃത്തുക്കളെ നമ്മളെ പഠിപ്പിച്ചത്? ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? അലമാറ വീട്ടിലെ ഷെൽഫുകൾ തുറന്നു വെച്ചാൽ പുതുമണം മാറാത്ത എത്രയോ വസ്ത്രങ്ങൾ അടുക്കടുക്കായിരിക്കണം. നമ്മുടെ പണമാണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അത് വിശ്വാസിയുടെ സമീപനമല്ല. ഖാറൂനാണ് പറഞ്ഞത്,
സകാത്ത് കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂനിനോട് മൂസാ നബി പറഞ്ഞപ്പോൾ ഇത് ഞാൻ എന്റെ കഴിവുണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന അഹങ്കാരം പറഞ്ഞത് ഖാറൂനാണ്. സമ്പത്ത് അല്ലാഹുവിന്റേതാണ്, സമ്പത്ത് അല്ലാഹുവിന്റേതാണ്. അല്ലാഹു പറഞ്ഞതുപോലെ മാത്രമേ സമ്പാദിക്കാവൂ, അല്ലാഹു പഠിപ്പിച്ചതുപോലെ മാത്രമേ ചെലവഴിക്കാവൂ. നമ്മുടെ കയ്യിൽ കുറച്ച് പണമുണ്ടെന്ന് കരുതി ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മേഖലയിലും ധാരാളം സമ്പത്ത് ആ നിലയ്ക്ക് ചെലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഗുരുതരമായ തെറ്റായി ഗൗരവമുള്ള പാപമായി ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ സ്വഹാബിമാരുടെ നോക്കി, എങ്ങനെയാണ് അവർ ജീവിച്ചത്? പ്രവാചകൻ എങ്ങനെയാണ് ജീവിച്ചത്? അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിലെ വലിയ സമ്പന്നനായിരുന്നു. മദീനയിലെ വലിയ ക്ഷാമകാലത്ത് 1000 ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന 1000 ഒട്ടകങ്ങൾക്ക് ഇന്ന് ലോകത്ത് അറിയപ്പെട്ട സമ്പന്നന്മാർ അവരുടെ പട്ടികകൾ എടുത്തു നോക്കി ആ കൂട്ടത്തിൽ എണ്ണാവുന്ന അക്കാലത്തെ ആളുകളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അത്ര 1000 ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന സമ്പത്താണ് പാവപ്പെട്ടവർക്ക് കൊടുത്തത്. ക്ഷാമകാലത്ത് തന്റെ കച്ചവട വിഭവങ്ങൾക്ക് ഇരട്ടി ലാഭം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെ സമ്പാദിക്കാവുന്ന ഒരു സമയത്ത് പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വേഷത്തെ കുറിച്ച് പറയാറുള്ളത് ഏറ്റവും ലളിതമായ രീതിയിൽ ജീവിച്ചു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു ജൂതൻ വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വീടുണ്ടാക്കാൻ മുഹമ്മദേ പണം വേണം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അടുത്ത് പോയിക്കോളൂ, അദ്ദേഹം തരും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ തന്റെ ഭാര്യയോട് കയർത്ത് സംസാരിക്കുകയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം? ഒരു വിളക്കിന്റെ തിരി അലക്ഷ്യമായി നിലത്തെറിഞ്ഞതിന്, ഉപേക്ഷിച്ചതിന്. അക്കാലത്ത് ഏറ്റവും വില കുറഞ്ഞ നിസ്സാരമായ വിലയുള്ള സംഗതിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ ഒരു സമ്പന്നൻ അത്ര നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പേരിൽ ഭാര്യയെ ശകാരിക്കുന്നത് കേട്ടപ്പോ ഈ പിശുക്കന്റെ അടുക്കലേക്കാണല്ലോ മുഹമ്മദ് എന്നെ പറഞ്ഞയച്ചത് എന്ന് കരുതി അദ്ദേഹം തിരിച്ചു പോന്നു. നബി ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് പണം കിട്ടിയില്ലേ വീടുണ്ടാക്കാൻ? ഞാൻ അവിടെ എത്തിയപ്പോ അബ്ദുറഹ്മാൻ തന്റെ ഭാര്യയോട് ബഹളം ഉണ്ടാക്കുകയാണ് ഒരു നിസ്സാര കാരണത്തിന്റെ പേരിൽ. നിങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ചോദിച്ചോ? നിങ്ങളുടെ ആവശ്യം പറഞ്ഞോ? ഇല്ല. പോയി പറയൂ. അദ്ദേഹം തന്റെ ആവശ്യം പറഞ്ഞു. അദ്ദേഹം പ്രതീക്ഷിക്കാത്ത അത്ര വലിയ ഒരു തുക അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കൊടുത്തു. അവരൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്ത ദാനം എടുത്തു നോക്കുമ്പോൾ അതിലാണ് അവർ ദൂർത്ത് കാണിച്ചത്. കണക്കില്ലാതെ കൊടുത്തു. മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, പ്രവാചകനെ സഹായിക്കാൻ, ദീനിനെ സഹായിക്കാൻ, മസ്ജിദുൻ നബവിക്ക് വേണ്ടി, ഇസ്ലാമിക സൈന്യത്തിന് വേണ്ടി, ബൈത്തുൽ മാലിലേക്ക് വലിയ 1000 ഒട്ടകങ്ങൾ, 1000 കുതിരകൾ, 1000കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊടുത്തതിന്റെ കണക്ക്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കൊടുത്തതിന്റെ കണക്ക്, 700 ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന കച്ചവട സമ്പത്ത് വന്നപ്പോൾ മുഴുവൻ മദീനക്കാർക്കിടയിൽ വിതരണം ചെയ്തു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മദീനയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ബദറിൽ പങ്കെടുത്ത ആളുകൾക്കും 400 ദീനാർ ഞാൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് എല്ലാവർക്കും കൊടുത്തു. ധാരാളം കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു. അദ്ദേഹം നോമ്പുകാരനായിരുന്നു. ഭക്ഷണം മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖുത്തില ഹംസ, എന്റെ ഹംസ മരിച്ചു, കൊല്ലപ്പെട്ടു ഉഹുദിന്റെ യുദ്ധഭൂമിയിൽ. എന്നിട്ടോ ഫലം യൂജദ് മാ യുകഫനു ഫീഹി ഇല്ലാ സൗബൻ വാഹിദ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാൻ ഒരു കഫൻ തുണി മാത്രമാണ് ഉണ്ടായിരുന്നത്. വഖുതില മുസ്അബ് ഇബ്നു ഉമൈർ, പ്രിയപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ യുദ്ധക്കളത്തിൽ രക്തസാക്ഷിയായി. ഫലം യൂജദ് മാ യുകഫൻ ഫീഹി ഇല്ലാ സൗബൻ വാഹിദ, ഒരു കാലത്ത് വലിയ സമ്പന്നനായിരുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാൻ ഒരു തുണി മാത്രമാണ് ഉണ്ടായിരുന്നത്. ലഖദ് ഖശീതു അൻ യകൂന ഉജ്ജിലത് ലനാ തയ്യിബാതുനാ ഫി ഹയാതിന ദുനിയ, എനിക്ക് പേടിയാവുകയാണ് ഈ ലോകത്ത് പ്രവാചകന്റെ കൂടെ ജീവിച്ച് നന്മ ചെയ്ത നമ്മുടെ എല്ലാ നേട്ടങ്ങളും എല്ലാ പ്രതിഫലങ്ങളും പടച്ചോനെ ഈ ദുനിയാവിൽ തന്നെ തന്നു തീർക്കണോ?
പരലോകത്ത് ഒന്നുണ്ടാവൂലേ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കുറച്ച് റൊട്ടിയും മാംസവും വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാണ്, കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ്, ഹലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യശ്ബഹു വഅഹ്ലു ബൈതിഹി മിൻ ഖുബ്സി ശഈർ. അല്ലാഹുവിന്റെ റസൂലും അവന്റെ കുടുംബവും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗോതമ്പ് മാവിന്റെ റൊട്ടി തിന്ന് വയറ് നിറച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഇതാ നമുക്കിവിടെ തന്നെ എല്ലാ ഖൈറും അല്ലാഹു നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ സാഹിദീങ്ങളായി വിരക്തിയോടുകൂടി ജീവിച്ച് തന്റെ സമ്പത്ത് പാവപ്പെട്ടവർക്കും ഇസ്ലാമിക ദീനിന്റെ മാർഗത്തിലും നൽകി അങ്ങനെ കടന്നുപോയി മുൻഗാമികളായ ആളുകൾ. അവരുടെ ജീവിതത്തിൽ അമിതമായി ചെലവഴിക്കുന്നതിനെ വളരെ ഗൗരവത്തോടുകൂടി അവർ കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം രണ്ടാം ഉമർ എന്നറിയപ്പെടുന്നു, അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്നു. ഖുലഫാഉ റാഷിദുകൾക്ക് ശേഷം ഉമവിയ്യ ഭരണകൂടത്തിൽ ഉമർ ബിൻ ഖത്താബിനെ പോലെ ഭരണം നടത്തിയ മഹാനായ പണ്ഡിതനാണ്, ദീനി സേവകനാണ്. അദ്ദേഹം തന്റെ ജീവിത കാലഘട്ടത്തിൽ ജീവിച്ചത് എങ്ങനെയാണ്? ഭാര്യയുടെ ആഭരണം മുഴുവൻ ബൈത്തുൽ മാലിലേക്ക് കൊടുത്തു. രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഉമവിയ്യ ഭരണകാലഘട്ടത്തിലെ ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗദിയും UAE-യും ഖത്തറും ബഹ്റൈനും ഒമാനും കുവൈത്തും, അപ്പുറത്ത് ആഫ്രിക്കയിലേക്ക് കടന്നാൽ അല്ലേ ഈജിപ്തും അറബ് നാട്ടിൽ തന്നെയുള്ള സിറിയയും ജോർദാനും എല്ലാം ഉൾപ്പെടുന്നതാണ്. വീണ്ടും മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങൾ വേറെ, ഇന്നത്തെ മൊറോക്കോയും ടുണീഷ്യയും എല്ലാം ഉൾപ്പെടുന്ന അത്ര വിശാലമായ രാജ്യത്തിന്റെ ഭരണാധിപനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അങ്ങേയറ്റം ലളിതമായ വേഷം ധരിച്ച് ജീവിച്ചു. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സുഹൃത്തോട് ഇത്ര വിരക്തിയോടുകൂടി ജീവിക്കുന്നത്? അദ്ദേഹം പറയാണ്, ഞാൻ ഒന്നുമല്ലാത്തൊരു കാലുണ്ടായിരുന്നു. അന്ന് ഞാനൊരു ഇമാറത്ത് ആഗ്രഹിച്ചു, എവിടെങ്കിലും ഒരു ഉത്തരവാദിത്വം എനിക്ക് ലഭിക്കും. എന്നെ ഖലീഫ മദീനയുടെ ഭരണാധികാരിയാക്കി, വാലിയാക്കി, ഗവർണറാക്കി. മദീനയുടെ ഗവർണറായപ്പോൾ ഞാൻ ഖിലാഫത്ത് ആഗ്രഹിച്ചു. എനിക്ക് അല്ലാഹു ഖിലാഫത്ത് നൽകി, ഞാൻ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഖലീഫയായി. ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനം, വിശാലമായ അറബ് രാജ്യത്തിന്റെ ഭരണാധികാരി. ഇപ്പോൾ എനിക്ക് മറ്റൊരാഗ്രഹമുണ്ട്, അത് സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഞാൻ ജീവിക്കുന്നത് ആ സ്വർഗത്തിന് വേണ്ടിയാണ്. ഞാൻ സുഹൃത്തുക്കളെ, മുൻഗാമികൾ അങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും, സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് പ്രത്യേകിച്ചു ദുർവ്യയമില്ലാതെ, ധൂർത്തില്ലാതെ, അമിതമായി ചെലവഴിക്കാതെ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ, മിതമായ രീതിയിൽ മിതത്വം പാലിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പരലോകത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്നു. മഹാനായ അബീ ബർസ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹു. നാളെ പരലോകത്ത് നമുക്ക് കേട്ടു പരിചയമുള്ള ഹദീസാണ്. അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണക്കെത്തിയാൽ ആയുസ് എന്തിന് ചെലവഴിച്ചു എന്നുത്തരം പറയാതെ ഒരടി മുന്നോട്ട് വെക്കാൻ അവനക്ക് കഴിയില്ല. വഅൻ ഇൽമിഹി ഫീമാ ഫഅല, അറിവ് കൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്ന് പറയാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. വഅൻ മാലിഹി, തന്റെ സമ്പത്തിനെ കുറിച്ച് കണക്ക് പറയാതെ, മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു, എവിടെ നിന്നാണ് സമ്പത്ത് സമ്പാദിച്ചതെന്നും ഏതു മാർഗത്തിലാണ് ചെലവഴിച്ചത് എന്നും പറയാതെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് ഒരടി മുന്നോട്ട് വെക്കാൻ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ കഴിയുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുമ്പോൾ മിതത്വം ശീലമാക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നാണയത്തൊട്ട് ചെലവഴിക്കുമ്പോഴും ഇത് അമിതമല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ കളക്ഷൻ നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹം നടത്തുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. നേപ്പാളിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. പൊതുവിൽ നമ്മുടെ നാട്ടിൽ ദീന് പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ സാമാന്യം ഭേദപ്പെട്ട സൗകര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ 1-2 സുഹൃത്തുക്കൾ ബീഹാറിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ വീഡിയോസ് അയച്ചിരുന്നു. അവിടെ കുട്ടികൾ പഠനം നടത്തുന്നത് ചാക്ക് വിരിച്ച് നിലത്തിരുന്നിട്ടാണ്. 2025 കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ സ്ഥാപനവും അവിടുത്തെ ഓരോ ചലനങ്ങളും അതാത് സമയം നമുക്ക് അദ്ദേഹം ഇങ്ങനെ വീഡിയോ ആയിട്ട് അയച്ചു തരാറുണ്ട്. അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ. അവിടെയും കുട്ടികൾ നിലത്തിരുന്ന് പഠിക്കുക. നമ്മളത് വളരെ പരിമിതമാണ്. നമ്മളൊരുപാട് മുന്നിലാണ്. വളരെ പരിമിതമാണ് അവിടുത്തെ സൗകര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ. എല്ലാവരും മനസ്സറിഞ്ഞ് നൽകണമെന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സറിഞ്ഞ വിഷയത്തിലേക്ക് നമ്മുടെ ദാനധർമ്മങ്ങളിൽ നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ സദഖകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, നമ്മളിവിടെ പറഞ്ഞു വന്ന വിഷയം സാമ്പത്തിക കാര്യത്തിൽ ദുർവ്യയം പാടില്ല, അമിതമായി ചെലവഴിക്കാൻ പാടില്ല. നമ്മൾ വസ്ത്രം വാങ്ങുന്നിടത്ത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത്, ഭക്ഷണം തയ്യാറാക്കുന്നിടത്ത്, എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, എല്ലാ കാര്യങ്ങളിലും മിതത്വമാണ് മതം പഠിപ്പിച്ചത്. മിതത്വവും അമിതമായ ചെലവഴിക്കലും അത് കുറച്ച് ആപേക്ഷികവുമാണ്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ചിലതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുടെ ഒരു വീടിന്റെ വലുപ്പവും അല്ലാത്ത ആളുടെ വീടിന്റെ വലുപ്പവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. വിശാലമായ ഒരു വീട് എന്നത് മതം വിലക്കിയിട്ടില്ല. മാന്യമായ വസ്ത്രം എന്നുള്ളത് മതം വിലക്കിയിട്ടില്ല. വാഹനം എന്നുള്ളത് മതം വിലക്കിയിട്ടില്ല, മതം നിഷേധിച്ചിട്ടില്ല. അതൊക്കെ ദുനിയാവിലെ ചില സൗകര്യങ്ങളായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ തനിക്ക് ആവശ്യത്തിലും അപ്പുറത്തേക്ക് പോകുന്നതും തെറ്റായ മാർഗത്തിൽ ചെലവഴിക്കുന്നതും അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ് മതത്തിന്റെ ഭാഷയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ യസീദ് റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൂ ലാ യദ്കുറൂന തുആമ ലിത്തനഉമി വല്ലദ്ദ. പ്രവാചകന്റെ സ്വഹാബിമാർ ആസ്വദിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിരുന്നവരായിരുന്നില്ല. അവർ ഭംഗിക്ക് വേണ്ടി വസ്ത്രം ധരിച്ചിരുന്നവരായിരുന്നില്ല. അവർ വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിരുന്നവരായിരുന്നു. അല്ലാഹനെ ആരാധിക്കാനുള്ള ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിച്ചിരുന്നവരായിരുന്നു. അവർ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും നഗ്നത മറക്കാനും വേണ്ടി വസ്ത്രം ധരിച്ചിരുന്നവരായിരുന്നു. പറയുന്നത് പൂർണ്ണമായും എല്ലാ ദുനിയാവിലെ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. വലിയ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും വളരെ മിനിമം ധരിച്ച് ജീവിക്കാറുണ്ട്. അത് അവരുടെ ഒരു സുഹൃത്തിന്റെ ഭാഗമാണ്. അതിനെ നമ്മൾ വളരെ പോസിറ്റീവായി കണ്ടാൽ മതി. എന്നാൽ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും ദീനിന്റെ ഒരു ഭാഗമാണ്. പ്രവാചകന്റെ ഹദീസ് കാണാം, മാ അല അഹദികും ലൗ ഇത്തഖദ സൗബൈൻ സൗബൻ ലിമിഹ്നതിഹി വസൗബൻ ലിജുമഅതിഹി വഈദിഹി. ഒരാൾ ജോലിക്ക് പോകുമ്പോൾ ഒരു വസ്ത്രവും ജുമഅക്കും പെരുന്നാളിനും പോകുമ്പോൾ കുറച്ച് നല്ലൊരു വസ്ത്രവും ധരിക്കുന്നത് തെറ്റായി ഞാൻ കാണുന്നില്ല എന്ന പ്രവാചകന്റെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇദാ അൻഅമ അല്ലാഹു അലാ അബ്ദിഹി നിഅമതൻ അഹബ്ബ അൻ യറ അസ്റഹ അലൈഹി. അല്ലാഹു ഒരടിമക്ക് അനുഗ്രഹം ചെയ്തു കൊടുത്താൽ ആ അനുഗ്രഹങ്ങളുടെ അടയാളങ്ങൾ അയാളുടെ ശരീരത്തിൽ കാണുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ കുറച്ച് മാന്യമായ വേഷം ധരിക്കുന്നത്, കുറച്ച് മാന്യമായ ചെരുപ്പ് ധരിക്കുന്നത് അതൊന്നും തെറ്റല്ല. സ്വഹാബിമാർ അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. അഹങ്കാരത്തെ കുറിച്ച് പ്രവാചകൻ സംസാരിച്ചപ്പോൾ പ്രവാചകരെ, ഞങ്ങൾ ചെരുപ്പ് ധരിക്കുന്നവരാണ്, വസ്ത്രം ധരിക്കുന്നവരാണ്, അതൊക്കെ അഹങ്കാരത്തിലും പൊങ്ങച്ചത്തിലും ദൂർത്തിലൊക്കെ വരുമോ? അപ്പൊ നബി പറയുന്നുണ്ട്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു ഭംഗിയുള്ളവനും ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അത് പൊങ്ങച്ചമല്ല, അഹങ്കാരമല്ല.
ഞാൻ പറയുന്നത് ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ എന്ന വാചകമുണ്ടല്ലോ. ദൂർത്തടിക്കുന്നവർ അല്ലാഹുവിന്റെ പിശാചിന്റെ കൂട്ടുകാരാണ്, സഹോദരങ്ങളാണെന്നുള്ളൊരു വാചകം ഓരോ പണം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതുണ്ടായാൽ മതി. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ. അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ നമ്മൾ ചെലവഴിക്കുന്നിടത്ത് ഒരു നിയന്ത്രണം ഉണ്ടാകും, നമുക്കത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ, ദൂർത്തടിക്കുന്നവർ നരകത്തിന്റെ ആളുകളാണ് എന്ന ഖുർആനിക വചനമുണ്ടല്ലോ. അത് നമ്മുടെ മനസ്സിലേക്ക് എടുത്തു വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ, നമ്മൾ വസ്ത്രം വാങ്ങിക്കാൻ, നമ്മൾ വാഹനം വാങ്ങിക്കാൻ, നമ്മൾ വീട് മോടി പിടിപ്പിക്കാൻ, നമ്മൾ ജീവിതത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ, നമ്മൾ യാത്രകൾ പോകാൻ. കേട്ടോ, ഇത് ദുർവ്യയമല്ല, ഇത് ആവശ്യത്തിന് മാത്രമേ ആകുന്നുള്ളൂ എന്ന് ആ ഒരായത്ത് വെച്ച് ചിന്തിക്കുമ്പോ അവിടെയൊക്കെ നമുക്ക് ഖുർആൻ പഠിപ്പിച്ച വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ, ചെലവഴിക്കുമ്പോൾ അമിതവ്യയമില്ലാതെ പിശുക്കി വെക്കാതെ മിതമായ നിലയിൽ ചെലവഴിക്കുന്നവരെന്ന ആ വിശേഷണത്തിന് നമ്മൾ യോഗ്യരാകും. അല്ലാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത, രോഗത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു രോഗങ്ങൾക്ക് ശമനം നൽകുകയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, ഇണകൾ, അല്ലാഹു എല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. നമ്മെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.